നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പോലീസിന് നിർദ്ദേശം. അപകടത്തിന് കാരണം മദ്യലഹരിയിൽ മയങ്ങിപ്പോയതെന്ന് ക്ലീനർ. യാത്രക്കിടെ തുടർച്ചയായി മദ്യപിച്ചുവെന്നും അലക്സിന്റെ മൊഴി. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. കണ്ണൂർ സ്വദേശി നൌഷാദിൽ നിന്ന് പിടികൂടിയത് 24 കിലോ കഞ്ചാവും 34 ഗ്രാം MDMA-യും. മയക്കുമരുന്ന് വിൽപ്പന ജിംനേഷ്യം മറയാക്കി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. 14 പേർക്ക് കടിയേറ്റു. കൊട്ടാരക്കര ചിറ്റാക്കോട് ഭീതി പരത്തി കുറുക്കന്റെ ആക്രമണം. വനം വകുപ്പിന്റെ സഹായം തേടി പഞ്ചായത്ത് അധികൃതർ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വിദ്യാർത്ഥികളെ ഇടിച്ചിട്ട് സ്വകാര്യ ബസ്. വാഹനം നിർത്തിയില്ലെന്ന് പരാതി. മത്സര ഓട്ടത്തിന് കടിഞ്ഞാണിടണമെന്ന് നാട്ടുകാർ. കുർവാ സംഘം മടങ്ങിയിട്ടില്ല. 4 പേർ കൊച്ചിയിലെന്ന് പോലീസ്. കണ്ടെത്താനുള്ളത് 13 പേർ. പാരിപ്പള്ളിയിൽ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. പ്രതി സെർബിൻ മുഹമ്മദിനെ കണ്ടെത്താനായില്ല. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് പരാതിക്കാരി. വയനാട്ടിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി ഉരുൾപൊട്ടൽ ദുരന്തം. 900 കണ്ടിയിലേക്ക് സഞ്ചാരികൾ കുറഞ്ഞു. ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാർ പ്രതിസന്ധിയിൽ. വയനാടിന്റെ ദുരിതത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ ന്യൂസ് 18 പരമ്പര തുടരുന്നു. മറന്നോ വയനാടിനെ.